വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന ഭാഗത്തിൻ്റെ 19ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. വർഷങ്ങളായി അക്കൗണ്ടൻസി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. കഴിഞ്ഞ ദിവസം നാളെ നടക്കാൻ പോകുന്ന +2 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഇന്ന് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കൊണ്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിച്ചാൽ ഞാൻ അതിൽ കൃതാർത്ഥനാണ്. എൻ്റെ ഈ ക്ലാസ് കുട്ടികൾക്കാർക്കെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ്റെ സമയത്തും റിട്ടയർമെൻറ്റ് സമയത്തും ഡെത്തിൻ്റെ സമയത്തും വരയ്ക്കുന്ന പൊതുവായ അക്കൗണ്ടാണ് റീവാല്യുവേഷൻ അക്കൗണ്ട്. ഓർമ്മയിൽ സൂക്ഷിക്കുക, റീവാല്യുവേഷൻ അക്കൗണ്ട്. റീവാല്യുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. Increase in assets and decrease in liabilities are credited in this account. Then decrease in assets and increase in liabilities are debited. Then balance the account. ക്രെഡിറ്റ് സൈഡ് കൂടിയും ഡെബിറ്റ് സൈഡ് കുറഞ്ഞു വരുന്നാൽ പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡ് കൂടിയും ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞു വരുന്നാൽ ലോസ്. വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്, സിംപ്ലി ട്രാൻസ്ഫേർഡ് ഇറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അഡ്മിഷൻ്റെ സമയത്താണ് ഇൻകമിംഗ് പാർട്ട്ണർക്ക് ഇതിന്മേൽ യാതൊരു അവകാശവും ഇല്ല. ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ അവകാശമുള്ളൂ. ഇതുപോലെ തന്നെ അഡ്മിഷൻ്റെ സമയത്ത് പുതിയ പങ്കാളി വരുമ്പോൾ കൈ നിറയെ പണം കൊണ്ടുവരണം, നിലവിലുള്ള അസറ്റിന്മേൽ ഒരവകാശം സ്ഥാപിച്ചെടുക്കാൻ. ഇതുപോലെ ഭാവിയിലുണ്ടാകുന്ന ലാഭത്തിൽ ഒരംശത്തിനുള്ള അർഹത പറ്റുന്നതിന് വേണ്ടി, അവകാശം ലഭിക്കുന്നതിന് വേണ്ടി മൂലധനത്തിന് പുറമേ കൊണ്ടുവരുന്ന തുകയ്ക്കാണ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് വിളിക്കും. ഇത് രണ്ടും പുതിയ പങ്കാളി കൊണ്ടുവരണം. ഇങ്ങനെ പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ കൊണ്ടുവന്നാൽ ഇതിന് അവകാശികൾ പഴയ പാർട്ട്നേഴ്സാണ്. പഴയ പാർട്ട്നേഴ്സ് അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതം വെച്ചെടുക്കും. ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു ടേമാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അതാണ് സാക്രിഫൈസിങ് റേഷ്യോ. നിലവിലുള്ള പങ്കാളികൾ വീതം വെച്ചുകൊണ്ടിരിക്കുന്ന ലാഭം പുതിയൊരാൾ വരുമ്പോൾ ഒരു ഷെയർ അവന് കൊടുക്കേണ്ടി വരും. അത് പഴയ പങ്കാളികൾ അവരുടെ ഷെയറിൽ നിന്ന് സഹിക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു. ആ റേഷ്യോയാണ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. വൺ വേർഡിന് സാധ്യതയുണ്ട്. എന്നിട്ട് റീവാല്യുവേഷൻ അക്കൗണ്ട് വരച്ച അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണുന്ന അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, റിസർവ് ഫണ്ടോ P&L അക്കൗണ്ടോ ഉണ്ടെങ്കിൽ അതും ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. അത് വീതം വെച്ചുകൊണ്ട് പോകും. അത് പിന്നെയും ബാലൻസ് ഷീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ പുതിയ പങ്കാളി അതിന്മേൽ അവകാശം ചോദിക്കും. അത് കൊടുക്കാതിരിക്കുക. ഇതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് സമയത്ത് നിലവിലുള്ള പങ്കാളിത്ത സ്ഥാപനത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന റിസർവ് ഫണ്ട് അല്ലെങ്കിൽ P&L പുതിയ പങ്കാളി പഴയ പങ്കാളിയിൽ ഒരുത്തൻ വിരമിക്കുന്ന സമയത്ത് ഒരു ഷെയർ അവന് കൊടുത്തു വിടണം. അപ്പോൾ അത് ഓൾഡ് റേഷ്യോയിൽ വീതം വയ്ക്കും. ഗുഡ്വില്ലിൻ്റെ വീതവും റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുത്തു വിടണം.
അത് കൊടുത്തുവിടുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ്, അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടാണ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. അത് കൊടുക്കുന്നത് ഗെയിനിങ് റേഷ്യോയിലാണ്. പുതിയ റേഷ്യോ വരുന്നു, ഗെയിനിങ് റേഷ്യോ. അഡ്മിഷൻ്റെ സമയത്ത് സാക്രിഫൈസിങ് റേഷ്യോ ആണെങ്കിൽ റിട്ടയർമെൻറ്റ് സമയത്ത് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, വൺ വേർഡിൽ കിട്ടും. റേഷ്യോ കാണാനും അറിയണം, അത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഇനി അഡ്മിഷൻ്റെ സമയത്താണ്, റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണെങ്കിലും ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കും. അതിന് പല മെത്തേഡുണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അസറ്റ്സ് വാല്യൂ മെത്തേഡ്, അതായത് നെറ്റ് അസറ്റ്സ് മെത്തേഡ്. ഇനി ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റെല്ലാം അവിടെ കൂട്ടി വർഷങ്ങൾ എണ്ണം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ആവറേജ് പ്രോഫിറ്റ്. ആ ആവറേജ് പ്രോഫിറ്റിൻ്റെ 2, 3, 4 ഇരട്ടിയായിരിക്കും ഗുഡ്വിൽ. ഈ ഗുഡ്വില്ലിൻ്റെ ഒരു വീതമാണ് ഇൻകമിങ് പാർട്ട്ണർ പണമായിട്ട് കൊണ്ടുവരേണ്ടത്. ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഇതുപോലെ ഗുഡ്വില്ല് കണക്കാക്കും. ഒന്നുകിൽ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കണക്കാക്കുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 2, 3, 4 വർഷം, അതായത് 2 years ഓർ 3 years പർച്ചേസ് എന്ന് പറയും ചോദ്യത്തിൽ. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോർമൽ റേറ്റ്. നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ്, അപ്പോഴാണ് നോർമൽ പ്രോഫിറ്റ് കിട്ടുക. ആ നോർമൽ പ്രോഫിറ്റ് കണ്ട് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് അതിൻ്റെ 2, 3 ഇരട്ടി. അതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നെറ്റ് അസറ്റ് കുറയ്ക്കുന്നു. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് മൈനസ് ലൈബിലിറ്റീസ്, അപ്പോഴാണ് നെറ്റ് അസറ്റ്. ആ നെറ്റ് അസറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് ഗുഡ്വില്ല് കിട്ടുക. അത് മൂന്നാമത്തെ മെത്തേഡ്. ഇങ്ങനെ പ്രധാനമായിട്ട് 3 മെത്തേഡാണ് ഗുഡ്വില്ലിൻ്റെ സമയത്ത് ഓർക്കേണ്ടത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഒരു പങ്കാളി മാസത്തിൻ്റെ ആദ്യ ദിവസം എല്ലാ മാസവും പണം എടുത്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ മാസത്തിൻ്റെ മധ്യത്തിൽ പണം എടുത്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാനം പണം എടുത്തിട്ട് പോകുന്നു. മാസത്തിൻ്റെ ആരംഭത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും ഏതെങ്കിലും പങ്കാളി എടുത്തിട്ട് പോയാൽ പീരീഡ് ഈസ് ഈക്വൽ 12 + 1/2. മിഡിലാണെങ്കിൽ 12/2, എൻഡാണെങ്കിൽ 12 - 1/2. എന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടോട്ടൽ ഡ്രോയിങ്സ്. മന്ത്ലി ഡ്രോയിങ്സിനെ 12 കൊണ്ട് കുടിക്കുമ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ്, അപ്പോഴാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഒന്നുകിൽ ഫിക്സഡ് എമൗണ്ട് ഓരോ മാസവും തരും, അല്ലെങ്കിൽ എല്ലാ മാസവും എടുക്കുന്നു എന്ന് പറയും. ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റി ചോദിക്കും. ഇതാണ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്തിൻ്റെ സമയത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി ഡെത്തിൻ്റെ സമയത്ത് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള പണം ഉടനെ കൊടുക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് 3 or 4 വർഷങ്ങളായിട്ട് ലോൺ അക്കൗണ്ട് വരയ്ക്കാൻ പറയും. അപ്പോൾ കൊടുക്കാനുള്ള എമൗണ്ടിനെ ലോൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബൈ ഇൻട്രസ്റ്റ് നിശ്ചയ ശതമാനം, എന്നിട്ട് ടു ക്യാഷ്. ഇപ്പോൾ 60,000 രൂപ 5 വർഷം കൊണ്ടാണെങ്കിൽ ഒരു വർഷം 12,000. ആ 12,000വും പലിശയും കൂടി കൊടുക്കണം. മിച്ചമുള്ളത് ടു ബാലൻസ്, അടുത്ത വർഷം ബൈ ബാലൻസ്, ബൈ ഇൻട്രസ്റ്റ്, ടു ക്യാഷ്. ഇത് 4-5 വർഷം തുറന്നുകൊണ്ടിരിക്കുക. ഒരു 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ലോൺ അക്കൗണ്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗമാണ് ഡിസൊല്യൂഷൻ, പിരിച്ചുവിടൽ. ഡിസൊല്യൂഷൻ ഓഫ് ഫേം അതെന്ന് പറഞ്ഞാൽ പങ്കാളിത്ത സ്ഥാപനം പിരിച്ചുവിടുന്നതോടുകൂടി പങ്കാളികൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുകയും എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ ആവശ്യത്തിന് വേണ്ടി ഡിസൊല്യൂഷൻ്റെ സമയത്ത് വരയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അഡ്മിഷന് റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമെങ്കിൽ ഡിസൊല്യൂഷൻ്റെ സമയത്ത് വരയ്ക്കുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. Realization account is used for realizing the various assets and paying the outsiders liability. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുള്ള ക്യാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ അസറ്റ്സിനെയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ്, ടു സ്റ്റോക്ക്, ടു ബിൽഡിങ്, ടു ഡെറ്റേഴ്സ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1/1 ആയിട്ട് എഴുതുക. എന്നിട്ട് ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്, ലോണ്, ബിൽസ് പേയബിൾ എക്സെട്ര, വേറെ ഒന്നും വരില്ല.
ഇനി അസറ്റ് വിറ്റ് കിട്ടിയ പണം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു ബൈ ക്യാഷ്. ലൈബിലിറ്റീസ് കൊടുക്കുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ടു ക്യാഷ്, ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് അല്ലെ ബിൽസ് പെയ്ഡ് അല്ലെ ലോൺ. എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ടു ക്യാഷ്, ബ്രാക്കറ്റിലെ എക്സ്പെൻസ്. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തു, മിച്ചം കിട്ടുന്ന പാർട്ട്നേഴ്സിന് വീതം വെച്ചു, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് എഴുതി, 3 പേരുടെ 3 പേർക്കും. ബൈ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ അതെഴുതി, ബൈ പി ആൻഡ് എൽ ഉണ്ടെങ്കിൽ അതും എഴുതി. ഇനി ബൈ റിയലൈസേഷൻ, പ്രോഫിറ്റ് ആണെങ്കിൽ ബൈ റിയലൈസേഷൻ എഴുതും, ലോസ് ആണെങ്കിൽ ടു റിയലൈസേഷൻ എഴുതും. എന്നിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, അതിൻ്റെ ബാലൻസ് ടു ക്യാഷ് എന്ന് എഴുതും. ഫൈനലി പ്രിപ്പയർ ദ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസ് ടു ബാലൻസ് എന്ന് എഴുതുന്നു. അസറ്റ് വിറ്റ് കിട്ടിയത് ടു റിയലൈസേഷൻ എഴുതുന്നു. ലയബിലിറ്റീസ് കൊടുത്തത് ബൈ റിയലൈസേഷൻ എഴുതുന്നു. എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ബൈ റിയലൈസേഷൻ എഴുതുന്നു. എക്ക് അല്ലെ പാർട്ട്നേഴ്സിന് ക്യാഷ് കൊടുത്തത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസിന് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എ ബി സി എന്ന് എഴുതിയിട്ട് കൂട്ടി നോക്കുമ്പോൾ 2 സൈഡും തുല്യമാകണം. ക്യാഷ് അക്കൗണ്ട് തുല്യമായാൽ ഇതുവരെ ചെയ്തതെല്ലാം ശരി എന്ന് മനസ്സിലാക്കും. ഇങ്ങനെയൊരു റിയലൈസേഷൻ അക്കൗണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാണ് അക്കൗണ്ടൻസി, 40 മാർക്കിൻ്റെ അക്കൗണ്ടൻസിനെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം. 100% ആയില്ല. 2 പ്രാവശ്യം കേട്ടു നോക്കുക. ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന വിശ്വാസം എനിക്ക് ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.